ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു വെറൈറ്റി റൈസ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്, ബ്രോക്കോളി റൈസ്. ബ്രോക്കോളി പൊതുവേ നമ്മൾ മലയാളികൾ അത്ര അധികമായിട്ട് യൂസ് ചെയ്യുന്നൊരു വെജിറ്റബിൾ അല്ല, പക്ഷെ അത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ്. ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ്. അതുപോലെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രോക്കോളി റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 250 ഗ്രാംസ് ബ്രോക്കോളി എടുത്ത് നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്ത് പൂവൊക്കെ അടർത്തിയെടുത്ത് ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു സെമി കുക്ക് ആക്കിയെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു 250 ഗ്രാംസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസ് 1 കപ്പ് ബാസ്മതി റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അത് സോക്ക് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയും പുതിനയിലയും ഓരോ പിടി വീതം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം വേണം. ഒരു 2 ടീസ്പൂണോളം ഗരം മസാല വേണം. പിന്നെ നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ വേണം. പിന്നെ 1/2 ലെമൺ ജ്യൂസ് വേണം. ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിങ്ങനെ കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇവിടെ കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ജീരകം ഒന്ന് പൊട്ടി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ജീരകമൊക്കെ ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് വഴന്ന് വരാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് ഒന്ന് വാടി വരും. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ ബ്ലെൻഡറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരമുറി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ സെമി കുക്കാക്കി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ബ്രൊക്കോളീനെ പീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി ഒരു ഹാഫ് കുക്ക്ഡ് ആണ്.
അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇപ്പോൾ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് വെച്ചപ്പോഴത്തേനും ഇത് നന്നായി ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ അരിയിട്ട് എല്ലാം മസാലയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂണോളം കൂടിയും ഗരം മസാല ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ നോക്കണം. അരി ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. നമ്മൾ ബ്രൊക്കോളിയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് നോക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അവിടെ നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രൊക്കോളി റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. നിങ്ങൾ തയ്യാറാക്കിയെടുത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.